രണ്ട് മീൻകറി അടുപ്പിച്ച് കഴിച്ചാൽ വെള്ളം കുടിക്കണം. കളമശ്ശേരി കാർഷികോത്സവ വേദിയിൽ വിധികർത്താക്കൾക്ക് വെല്ലുവിളിയായി പാചക മത്സരം. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 6 പേർ മത്സരത്തിൽ പങ്കെടുത്തതിൽ പ്രധാന താരം പാൽക്കപ്പയായിരുന്നു. എന്തായാലും ആ പാചകം ഒന്ന് കണ്ടിട്ട് വരാം. അതിരുകളില്ലാത്ത രുചിഭേദങ്ങൾ ഒരുക്കി കളമശ്ശേരി കാർഷികോത്സവ വേദിയിൽ പാചക മത്സരത്തിൽ കൊതിയൂറും വിഭവങ്ങളാണ് മത്സരാർത്ഥികൾ അണിനിരത്തിയത്. വിധികർത്താക്കൾക്ക് വെല്ലുവിളി നേരിടേണ്ടി വന്നു. പാൽക്കപ്പ, മീൻകറി, ചമ്മന്തി, കൂൺപായസം, കുറുക്ക് കാളൻ എന്നിവ ഒന്നിനൊന്ന് മെച്ചം. യൂട്യൂബർ ബ്ലോഗർമാരായ കിഷോർ, മൃണാൾ എന്നിവർ വിധികർത്താക്കളായി. ഏത്തങ്ങയാണോ തേങ്ങയാണോ? തേങ്ങ അടുത്തത് എന്താണെന്ന് അറിയാൻ പറ്റും. ഇതിനെടുത്ത് കഴിച്ചാൽ നമുക്ക് കറക്റ്റ് പരുവം അറിയാൻ പറ്റില്ല. എടുത്തോളൂ. രണ്ട് കാര്യമുണ്ട്. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. രണ്ട് കാര്യം സംഭവിച്ചു. രണ്ട് കാര്യം. ഒന്ന് അത് രണ്ട് ഇല്ല, അതല്ല ഉപ്പ് അല്പം കൂടി. രണ്ടാമത് ഉള്ളി പച്ചമുളകും ഇതും കൂടെ വഴറ്റിയപ്പോൾ ചെറുതാക്കി പുകഞ്ഞു. ആണോ അല്ലേ? ആണോ അല്ലേ? നട്ടിയിട്ട് മൂക്കിൽ കൂടെ ശ്വാസം വിട്ടാൽ ഓയിൽ അല്പം കയറിയിരിക്കുന്നു. ഉപ്പ് മുച്ചിൽ കൂടിപ്പോയി. ആദ്യം വഴറ്റിയ സമയത്ത് തീ കൂടി. അതാണ് ഒരു ചെറിയ പുകയുടെ ഉത്സവം. അത് രണ്ട് കുറഞ്ഞിരുന്നെങ്കിൽ ആ സംഭവം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പാൽക്കപ്പയ്ക്കാണ് ഇവിടെ അടി. ഇത്ര എന്നല്ല ഉള്ളത്. കുറച്ചുകൂടെ ഉപ്പ് ആവാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപ്പില്ലായ നാട്ടിൽ പറഞ്ഞാൽ ഇതിന് ഉപ്പ് കൂടി എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ അത്ര ഉപ്പുണ്ടാകില്ല. തേങ്ങാപ്പാൽ കുറച്ചുകൂടെ മുന്നിരിക്കുന്നുണ്ട്. അല്ല, മുന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് കൊടുക്കാം. ഇല്ലാറില്ല. ഈ കൺസിസ്റ്റൻസി വന്നാൽ അത് കറക്റ്റായി. ലൈല ഇബ്രാഹിം കളമശ്ശേരി, ബുഷറ ശംസുദ്ദീൻ കരുമല്ലൂർ, മിനി കരീം കളമശ്ശേരി, ശാലിനി നന്ദകുമാർ കരുമാല്ലൂർ, ആരിഫ അബ്ദുൽ ഖാദർ കുന്നുകര, സജിദ ഹസൈനാർ ഏലൂർ എന്നിവരാണ് പങ്കെടുത്തത്. നമ്പർ 4 അതുപോലെ തന്നെ മീൻകറി തയ്യാറാക്കിയതിലും ചെസ്റ്റ് നമ്പർ 4 തന്നെയാണ്.
പിന്നെ ചിക്കൻ സുക്കയുടെ കൺസെപ്റ്റ് വന്നില്ല, അത് മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ചമ്മന്തി ചെസ് നമ്പർ 1, അടുത്ത് 2 മഷ്റൂം പായസം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു, മനോഹരം. അത് ചെസ് നമ്പർ 3. അതുപോലെ തന്നെ പാൽക്കപ്പ മീൻകറി പെട്ട 5ാമത്തെ ചെസ് നമ്പർ. പിന്നെ അതുപോലെ തന്നെ കുറുക്ക് എന്ന് പറയുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സാധനം, ഒരുപാട് സമയമെടുക്കേണ്ട ഒരു സാധനമാണ്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ മനോഹരമായി തയ്യാറാക്കിയ ചെസ് നമ്പർ 6. അപ്പോൾ ഇത് 1, 2, 3 സ്ഥാനങ്ങളില്ല, എല്ലാവർക്കും ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് എല്ലാവർക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന് സമ്മാനം നൽകുന്നതായിരിക്കും. പങ്കെടുത്തവർക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ മനോഹരമായ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഷസുകൾ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റു മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞു. പിന്നെ എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുക്കുകളായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവർക്ക് നമുക്ക് പഠിക്കാൻ പറ്റി. വളരെ നന്ദി സംഘാടകർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾക്കൊക്കെ വളരെ നന്ദി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മന്ത്രി പി രാജീവ് സമ്മാനം നൽകി.